നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആളൂർ ഗ്രാമപഞ്ചായത്ത് മികവ് 2025 സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിലെ ഡയപ്പർ നാപ്കിൻ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. രാത്രിയുടെ മറവിൽ അമിതഭാരം കയറ്റി തടിലോറികൾ പോകുന്നുവെന്നാരോപിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടിലോറികൾ തടഞ്ഞു. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ആളൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 അധ്യയന വർഷത്തിൽ 100% വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും SSLC +2 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും അനുമോദനം നൽകുന്നതിനായി മികവ് 2025 സംഘടിപ്പിച്ചു. കലറ്റുങ്കരയിലുള്ള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. SSLC, +2, THSLC, VHSC, CBSE, ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+, A1 നേടിയ 167 വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിതരണം ചെയ്തു. ചടങ്ങിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യ അതിഥിയായി. സ്റ്റേറ്റ് ലെവൽ ട്രെയിനർ T ജയചന്ദ്രൻ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ആളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KN സുനിൽ, മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു, മാള ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോത്സാഹനമായിട്ട് മാറുകയുള്ളൂ. എന്തായാലും നല്ലൊരു വിജയമാണ് ഗ്രാമപഞ്ചായത്ത് കുട്ടികൾ നേടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 150 മേലെ SSLCക്കും +2നും നല്ല വിജയം നേടിയ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൂടെ തന്നെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ഡയപ്പർ നാപ്കിൻ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. കേരളീയ സമൂഹം മനുഷ്യമലത്തിന്റെ മുകളിലാണ് ജീവിക്കുന്നതെന്നും കേരളത്തിൽ മനുഷ്യമലത്തിന്റെ ശാസ്ത്രീയ സംസ്കരണത്തിന് സർക്കാർ മുൻകൈയെടുക്കണമെന്നും മന്ത്രി MB രാജേഷ് കൊരട്ടി പഞ്ചായത്തിലെ ഡയപ്പർ നാപ്കിൻ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ മനുഷ്യ വിസർജ്യത്തിന്റെ 100 ശാസ്ത്രീയ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കൊരട്ടി മോഡൽ സംസ്ഥാനത്തിലെ മറ്റ് പഞ്ചായത്തുകൾക്കും മാതൃകയാണെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു. ചാലക്കുടി MLA TG സനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, കുമാരി ബാലൻ, ബിജോയ് പെരേപ്പാടൻ, PS സുമേഷ്, സിന്ധു രവി, ശ്രീലത KA, P പ്രദീപ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും നന്നായി സഹകരിച്ച് നടപ്പാക്കിയ ഈ പദ്ധതി കേരളത്തിനാകെ മാതൃകയായിട്ടുള്ള ഒന്നാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. നേരത്തെ മിനിസ്റ്ററുടെ നിർദ്ദേശിച്ചു ഭിന്നകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും അതിലൊക്കെ ഒട്ടും തന്നെ താമസമില്ലാതെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഇതിനാവശ്യമായ സംവിധാനം ഒരുക്കാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ്. ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ
വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന് കേരള ലഹരി വിരുദ്ധ കർമ്മസേനയുടെ നേതൃത്വത്തിൽ അത്യാവശ്യ ഉപകരണങ്ങൾ സംഭാവന ചെയ്തു. സംസ്ഥാന ലഹരി വിരുദ്ധ കർമ്മസേന സംസ്ഥാന ചെയർമാൻ തോമസ് കരിപ്പായുടെ അധ്യക്ഷതയിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം.എ. മിനിമോൾ, നഗരസഭാ കൗൺസിലർ വി.ജെ. ജോർജി, ചാലക്കുടി സെന്റ് മേരീസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ വർഗീസ് പാത്താടൻ, ചാലക്കുടി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി, അഡ്വക്കേറ്റ് വർഗീസ് ചിറപ്പണത്ത്, അഡ്വക്കേറ്റ് ജോസ് നായത്തോടൻ, ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് പുത്തിലൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി കേന്ദ്രം ജില്ലയിലെ ആദ്യത്തെ വിമുക്തി കേന്ദ്രം എന്നുള്ള രീതിയിലും ഇന്ന് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനത്തിൽ കേട്ടതുപോലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിമുക്തി കേന്ദ്രമായി മാറി എന്നുള്ളത്. രാത്രിയുടെ മറവിൽ അമിത ഭാരം കയറ്റി തടിലോറികൾ പോകുന്നുവെന്നാരോപിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടിലോറികൾ തടഞ്ഞു. റോഡും മുകളിലൂടെ പോകുന്ന സർവീസ് വയറും കേബിളുകളും തകർത്തുകൊണ്ടു പോകുന്ന ലോറികളാണ് ജനങ്ങൾ തടഞ്ഞത്. 8 ടൺ മാത്രം ഭാരം കൊണ്ടുപോകാൻ അനുമതിയുള്ള റോഡിലൂടെയാണ് 25 ടൺ ഭാരത്തിലധികം കയറ്റി വാഹനങ്ങൾ പോകുന്നത്. ഭാരപരിധി 8 ടൺ എന്ന് എഴുതി സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് മായ്ച്ചു കളഞ്ഞിട്ടാണ് വാഹനങ്ങൾ ഓടുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഫോറസ്റ്റിലും പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. തുടർ നടപടികൾ വൈകിയപ്പോഴാണ് റോഡിൽ വാഹനങ്ങൾ തടഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര CI കെ കൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാരായ ബേബി കണ്ണമ്പടത്തി, ജയൻ ചാണാശ്ശേരി, ടോമി പടിഞ്ഞാറൻകാരൻ, ജിനു തുളുവത്ത്, രാജപ്പൻ പാപ്പാത്ത്, പൗലോസ് ആരോധ, ജിജോ പടിഞ്ഞാറൻകാരൻ, ഡേവിസ് കണ്ണൂക്കാടൻ, ബൈജു പള്ളിപ്പാടൻ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ പോലീസിനെ അധികാരികളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്ര നേരം നിൽക്കും? അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ഇത് എല്ലാവരും ഇപ്പോൾ ഭരിക്കുന്ന ഭരണ സംവിധാനം മുഴുവൻ ഇത്തരത്തിലുള്ള കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. നായാട്ടുകുണ്ട് പൂവക്കാട്ടിൽ അസീസിന്റെ വീടിന് പുറകിലുള്ള കോഴിക്കൂടിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ പുലിയെ കണ്ടതായി പറയുന്നത്. പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കിയപ്പോഴാണ് കോഴിക്കൂടിനരികെ പുലി നിൽക്കുന്നതായി വീട്ടുകാർ കണ്ടത്. സമീപത്തുള്ള ചേറങ്ങാടൻ പോളി തോമസിന്റെ വീടിന് സമീപവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് നിന്ന് നായ്ക്കളെ കാണാതായതായും നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. കരിയർ ട്രെയിനർ സിനി രാജേഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ, ഹെഡ് മാസ്റ്റർ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു, അധ്യാപകരായ CC രേഖ, ജൂലി ജോർജ് എന്നിവർ സംസാരിച്ചു. പരമ്പരാഗതമായ പാരന്റിംഗ് സ്റ്റൈൽ ഏതു തന്നെയാവട്ടെ ഇന്ന രീതിയിലാണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചില്ല. അത് നമ്മൾ നമ്മുടെ മക്കളുടെ ഇപ്പോൾ പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വായന പക്ഷാചരണം സമാപിച്ചു. സമാപന സമ്മേളനം ഫാദർ ജോബി വട്ടക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ മൂക്കനാമ്പറമ്പിൽ പ്രധാന അധ്യാപികയായ റിനി ML, PTA പ്രസിഡന്റ് ജിയോ KD, MPTA പ്രസിഡന്റ് ഷിനി ജയ്മോൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ ML, ഉമേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഗുരുപൂർണിമ ദിനം ആഘോഷിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ NP ശിവൻ അധ്യക്ഷത വഹിച്ചു. MES കോളേജ് റിട്ടയർഡ് പ്രൊഫസർ KK സുബ്രഹ്മണ്യൻ ഗുരുസ്ഥാനം അലങ്കരിച്ച് ഗുരുപൂജ സന്ദേശം നൽകി. വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ശിവാനി K ബിനേഷ് എന്നിവർ സംസാരിച്ചു. അനേക രാജ്യങ്ങളുണ്ടെങ്കിലും ജ്ഞാനത്തിനും വിദ്യയ്ക്കും ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത ഒരു രാജ്യം വേറെയില്ല. അനാദികാലം മുതൽ ഭാരതത്തിലെ അനേകം ഗുരുക്കന്മാർ സദാ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ സ്വർണ്ണവില
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂർ ഗ്രാമപഞ്ചായത്ത് മികവ് 2025 സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിലെ ഡയപ്പർ നാപ്കിൻ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. രാത്രിയുടെ മറവിൽ അമിതഭാരം കയറ്റി തടിലോറികൾ പോകുന്നുവെന്നാരോപിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടിലോറികൾ തടഞ്ഞു. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.